ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം വിത്ത് നോളജ്. ഒരു ദിവസം 8 മണിക്കൂറൊക്കെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആൻഡ് ഒരു കാര്യം ആദ്യം പറയാണ്, എത്രയൊക്കെ സമയം പഠിച്ചു എന്നതിനേക്കാളും എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് ഇപ്പോഴും കാര്യമുള്ളത്. അതായത് ക്വാളിറ്റി മാറ്റേഴ്സ് ഹിയർ. പിന്നെ 8 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ കരുതി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ടാർഗറ്റ് നേരെ അച്ചീവ് ചെയ്യാൻ കഴിയാത്തതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ മൈൻഡ് ടയേർഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? സ്വയം ഫോഴ്സ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തേത്, പഠിക്കുന്ന സമയത്ത് ബ്രേക്കുകൾ എടുക്കുന്നത് ഒഴിവാക്കുന്നത്. നിങ്ങൾ കരുതുന്നത് ബ്രേക്ക് എടുക്കുമ്പം ആ ബ്രേക്ക് എടുക്കുന്ന ടൈം വേസ്റ്റ് ആക്കുമല്ലേ എന്നാണ്. സോ ബ്രേക്ക് എടുക്കുന്നത് എന്തിനാ? ആ ഒരു ടൈമും ചേർന്ന് പഠിക്കാലോ എന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യരുത്. ബ്രേക്ക് എടുത്താൽ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ഒന്ന് റീചാർജ് ആയി ഒന്ന് റിഫ്രഷ് ആയിട്ട് ആക്റ്റീവ് ആവുകയുള്ളൂ. ഈ ഒരു 8 മണിക്കൂർ പഠനം സ്റ്റഡി ലീവിലും അതേപോലെ തന്നെ ഹോളിഡേയ്സിലും മാത്രമേ അപ്ലിക്കബിൾ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ബേൺ ഔട്ട് ആവാതെ എങ്ങനെ പഠിക്കാൻ നോക്കാം. ഇവിടെ ഒരു റുട്ടീനാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റതുള്ള സമയം പഠിക്കാം, ആൻഡ് ദാറ്റ്സ് വെരി ഇഫക്റ്റീവ്. പക്ഷേ ഞാൻ ആ ഒരു സമയം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാലത്ത് 7 മണി തൊട്ട് 9 മണി വരെയുള്ള സമയം ജസ്റ്റ് കാമായി എഴുന്നേറ്റത് മൊബൈൽ സ്ക്രോൾ ചെയ്യാതിരിക്കുക. അത് പ്രത്യേകിച്ച് പറയാണ്. ഒന്ന് ഫ്രഷപ്പ് ആവുക. ശേഷം നിങ്ങൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. പിന്നെ 9:30 മുതൽ 12:30 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഡീപ്പ് സ്റ്റഡി ബ്ലോക്സ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ എന്തായാലും പഠിക്കണം. പോമോഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്ത് പഠിക്കുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 തവണ കംപ്ലീറ്റ് ചെയ്താൽ 15 മുതൽ 30 മിനിറ്റ് വരെ ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് സ്റ്റഡി സെഷൻ കംപ്ലീറ്റ് ചെയ്യുക. ബ്രേക്ക് ടൈമിലും ഫോൺ നോക്കരുത്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. പിന്നെ 12:30 മുതൽ 2 മണി വരെയുള്ള സമയം ലഞ്ചിനും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റഡി ബ്ലോക്ക് തുടങ്ങുന്നത് 2 മണിക്കാണ്. 2 മണി മുതൽ 5 മണി വരെ നിങ്ങൾ പഠിക്കണം. ഈ ഒരു സമയം ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. സോ ഹെവി സബ്ജക്ട്സ് ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് 5 മണി മുതൽ 6:30 വരെ ഒരു വാക്കിനൊക്കെ പോയി പാട്ടൊക്കെ കേട്ട് മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ശേഷം 7 മണിക്ക് നമ്മൾ വീണ്ടും പഠിക്കാൻ തുടങ്ങുവാണ്. 7 to 9 വരെയാണ് അടുത്ത സ്റ്റഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അധികം സ്ട്രെസ്ഡ് ആവാതെ 8 മണിക്കൂർ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രൈ ചെയ്യുക. വർക്ക് ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.